ഹായ്, നമുക്കിന്ന് സ്ട്രോബെറി മിൽക്ക് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമുക്ക് വേഗത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ്. വേനൽക്കാലത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണിത്. അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാ നോട്ടിഫിക്കേഷനും ലഭിക്കാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 9 സ്ട്രോബെറിയാണ് എടുത്തിരിക്കുന്നത്. ഇത് കഴുകി വൃത്തിയാക്കി മുറിച്ചെടുത്തതാണ്. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത്യാവശ്യം തണുപ്പുള്ള സ്ട്രോബെറിയാണ്. ഇനി ഇത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത്യാവശ്യം മധുരമുള്ള സ്ട്രോബെറിയാണ്. അപ്പം 3 ടേബിൾ സ്പൂൺ പഞ്ചസാര മതിയാവും. ഇത് 2 കപ്പ് പാല് തിളപ്പിച്ച് തണുപ്പിച്ചെടുത്തതാണ്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. ഇനി ഇതിലോട്ട് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ആദ്യമേ മുഴുവൻ പാലും ഒഴിച്ചാൽ ഇത് നല്ലപോലെ അരഞ്ഞു കിട്ടില്ല. ഇപ്പം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി പാല് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ബാസ്കിൻ റോബിൻസണിൻ്റെ സ്ട്രോബെറി ഫ്ലേവറിലുള്ള ഐസ്ക്രീമാണ് എടുത്തിരിക്കുന്നത്. 3 സ്കൂപ്പ് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സ്ട്രോബെറി ഫ്ലേവറിലുള്ള ഐസ്ക്രീം തന്നെ ചേർക്കണമെന്നൊന്നുമില്ല, വാനില ചേർത്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ വാനിലയോ സ്ട്രോബെറിയോ ഫ്ലേവറിലുള്ള ഐസ്ക്രീം ചേർത്ത് കൊടുക്കുക. ഐസ്ക്രീം ചേർക്കാതെ സ്ട്രോബെറി മിൽക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഈ ഐസ്ക്രീം ചേർക്കുന്ന അത്ര ടേസ്റ്റ് കാണില്ല, ഒരു തിക്നെസ്സും കാണില്ല. ഇനി നമുക്കിത് 30 സെക്കൻഡ് ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്ട്രോബെറി മിൽക്ക് തയ്യാറായിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് 1 സ്കൂപ്പ് ഐസ്ക്രീം മുകളിൽ ഇട്ട് കൊടുക്കാം. അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സ്ട്രോബെറി വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ സ്ട്രോബെറി മിൽക്ക് തയ്യാറായിട്ടുണ്ട്. ഇപ്പം പിന്നെ വേനൽക്കാലം കൂടി ആയതുകൊണ്ട് വിരുന്നുകാരൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കാണ്. പിന്നെ സ്ട്രോബെറി കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർക്കും കൊടുക്കാൻ പറ്റിയ ഒരു നല്ല ഡ്രിങ്കാണിത്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.